ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 2 ഏകോദര സോദരർ നാം. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിഷുക്കണി എന്ന വൈലോപ്പിള്ളിയുടെ കവിത, ആനന്ദാശ്രുക്കൾ എന്ന സാറാ തോമസിന്റെ കഥ, കെത്തളു എന്ന ഗോത്രകവിത. ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ വിഷുക്കണി എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. ഈ അധ്യായത്തിൻ്റെ മുഖവുരയായി നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക. ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയുള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം. എന്തൊക്കെയാണെന്ന് നോക്കൂ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക. ഇതേ ആശയം നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നാൽ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന അർത്ഥമാണ് നാം എടുക്കാനുള്ളത്. സമത്വം, എല്ലാവരും തുല്യരാണ് എന്ന രീതിയിലാണ് സമത്വം എന്ന പദം ഉപയോഗിച്ചിരിക്കുക. ഏതുതരം ജാതി, മത, സാമ്പത്തിക വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും അവരെല്ലാം ഒരമ്മയുടെ മക്കളെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ പരസ്പരം ആശ്രയിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ സാഹോദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക. ഒരുപാട് തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പല ഭാഷകൾ സംസാരിക്കുന്നവരും, പല ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞു പോകുന്നവരും, പല ജോലികൾ ചെയ്യുന്നവരും, പല വർണ്ണത്തിലും നിറത്തിലും സ്വഭാവത്തിലുമുള്ളവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എങ്ങനെ ജീവിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്? ഒരമ്മയുടെ മക്കളെപ്പോലെ, സഹോദരന്മാരെ പോലെ തുല്യതയോടുകൂടി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയുള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വികസനം ഒരിടത്തു മാത്രമായി ഒതുങ്ങിപ്പോകാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ അത് കൊണ്ടെത്തിക്കാൻ സാധിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. വിഷുക്കണി എന്ന കവിതയ്ക്ക് മുന്നോടിയായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നോക്കുക. എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ, അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. എന്താണ് ഈ വലിയ പൂട്ട്? കുറച്ചു മുമ്പ് നാം അംബേദ്കർ പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നു അല്ലേ? എല്ലാ മനുഷ്യരും സമത്വത്തിലും സാഹോദര്യത്തിലും ജീവിക്കണം. എങ്ങനെ? സ്വതന്ത്രരായി. പക്ഷേ അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരും അവരുടെ ജീവിത ദുരിതങ്ങളും കൂടി ഈ ഭൂമിയിലുണ്ട്. ആ ദുരിതങ്ങളെ കാണുകയും അതിനെ ആവിഷ്കരിക്കുകയും മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക്, ഭാവനയിലേക്ക് അവരുടെ ജീവിതത്തെ കൂടി കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് കവികൾ എന്ന് അർത്ഥം. വിഷുക്കണി എന്ന കവിത വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. കനിവോടൊതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ, കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട, തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിത മയനൽ തറയുടെ നടന്നേൻ മന്ദം മന്ദം, കണ്ണുകളിറുക്കി ഞാനടച്ചിടിലും പെട്ടെന്ന് എന്തു കഷ്ടമാണറിയാതവ തുറന്നു പോയി.
കൂരിരുൾ ചുറ്റും വെട്ടമിന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജന്നലിനങ്ങേപ്പുറം. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺതുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. വെള്ളി പോൽ വിളങ്ങുന്നോരുട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാ മുറികൾ തിരകളും കൊന്നയും പൊന്നും ചാർത്തി ചിരിക്കും മഹാലക്ഷ്മി. തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരികുങ്കുമച്ചിപ്പും ഐശ്വര്യ മഹാറാണിക്കരങ്ങോ ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺകെ പുത്തിരി കത്തിച്ചു ഞാൻ. അടുത്തോ മകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. എങ്കിലും കണി കാണും മുമ്പു കൺ തുറന്നിട്ടോ തിങ്ങിടുമിരുട്ടിലാണിൻ കരളന്നേരത്തും. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലെൻ ചങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. ഇത്തറ വാട്ടിൻ കെട്ടിൽ ഇക്കണിയുരുളിതൻ ചുറ്റിലിത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും. ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തു വെച്ചൈശ്വര്യത്തിൻ ദേവതേ നിന്നെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ. നീയുദാരതയുടെ പര്യായം വിയർപ്പു നീ ആഴിയിൽ പിറന്നൃത്തി മഴ പോൽ വർഷിക്കുമ്പോൾ. നീ കരി മണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീരേവേലിൽ. കായ്കനി തൂങ്ങും കൊമ്പിൽ ഉയലാടിയും പൊന്നിൽ പായ്കളിൽ നൃത്യം ചെയ്യും പുകഴും പുരാപുണ്യം. എങ്ങനെയുതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിടും. ചിരിക്കും മൂട സ്വപ്നത്തിൻ്റെ പോത്തിരേങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ. വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിള ആടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. കണി കാൺമതിൻ മുമ്പേ കൺതുറന്നിട്ടാവാം ഞാൻ ഇനിയാ പുലർക്കാലം വരയും അസംതൃപ്തൻ. വിട വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം പാഠഭാഗം വിശകലനം ചെയ്യാം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കണ്ടുറക്കാതെ കുട്ട. വൈലോപ്പിള്ളിയുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഒരു വിഷുക്കാലത്ത് ഒരു ദിവസം രാവിലെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അദ്ദേഹത്തെ അമ്മ വന്ന് തൊട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കണ്ണു തുറക്കാതെ കണി കാണാനായി എഴുന്നേറ്റ് വരൂ.
തായതൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ. കുട്ടി ഉണർന്ന് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു. പരിചിതമായ നൽ തറയൂടെ നടന്നേൻ മന്ദം മന്ദം. തറയുടെ എന്നല്ല കേട്ടോ, പരിചിതമായ നൽ തറയൂടെ എന്നും നടക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴികളിലൂടെ അദ്ദേഹം മെല്ലെ മെല്ലെ നടന്നു. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്തു കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി. കണി കാണുന്നതിന് മുൻപ് കണ്ണു തുറക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് കുട്ടി കണ്ണുകൾ ഇറുക്കി അടച്ചെങ്കിലും പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാതെ അങ്ങ് കണ്ണ് തുറന്നുപോയി. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു. ജനലിനിങ്ങേ പുറം. എന്താണ് ചുറ്റും കണ്ടത്? കാഴ്ച എന്താണെന്ന് പറയുന്നു? കൂരിരുട്ട് മാത്രം. കുട്ടിയുടെ വീടിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അടുത്തുള്ള ഗ്രാമത്തിലെ കൂരകൾ, ചെറിയ ചെറിയ വീടുകളെല്ലാം ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടെയൊന്നും വിഷുവിന്റെ ആഘോഷങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് അർത്ഥം. അവിടെയെങ്ങും കണിയൊരുക്കിയിട്ടില്ല, വിളക്കുകൾ തെളിയിച്ചിട്ടില്ല, അവരുടെയൊന്നും വീട്ടിൽ പടക്കം പൊട്ടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അബദ്ധത്തിൽ കണ്ണു തുറന്നു പോയ കുട്ടി കാണുന്നത് തൻ്റെ വീടിന്റെ പുറത്തേക്കുള്ള കാഴ്ചയാണ്. തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെങ്ങും അവിടെയുള്ള കൂരകളിലെങ്ങും വിഷുവിന്റെ ഒരു ആഘോഷവും നടക്കുന്നില്ല. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺ തുറന്നു ഞാൻ. അപ്പോൾ വീണ്ടും കണ്ണടച്ച് കുട്ടി മുന്നോട്ട് നടന്നു. എന്നിട്ട് മെല്ലെ കണ്ണുകൾ തുറന്നു. കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. വിഷുവിന് കൃഷ്ണന്റെ പ്രതിമയൊക്കെ വെച്ചിട്ടാണ് കണി ഒരുക്കുക അല്ലേ? അപ്പോൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മനോഹരമായ, കമനീയം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം. മനോഹരമായിട്ടുള്ള കണി വെച്ചിരിക്കുന്ന ആ ശില്പത്തെയാണ് കുട്ടി കണ്ടത്. വെള്ളിപോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണി വെള്ളരിയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും. വേറെ എന്തൊക്കെയാണ് അവിടെ കണി വെച്ചിരിക്കുന്നത്? നല്ല വെള്ളി പോലെ വിളങ്ങുന്ന ഓട്ടുരുളി, പിന്നെ കണി വെള്ളരിക്ക, തേങ്ങാമുറികൾ, തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയുടെ കണ്ണാടി. മഹാലക്ഷ്മിയുടെ കണ്ണാടി എന്ന് പറയുന്ന വാൽക്കണ്ണാടിയാണ് കേട്ടോ. പിടിയുള്ള മുഖം നോക്കുന്ന തരം കണ്ണാടിയാണ് അത്. പിന്നെ മുണ്ട ഞൊറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് കണി ഒരുക്കുന്നതിന് വേണ്ടി അമ്മ നടത്തിയ ഒരുക്കങ്ങൾ. അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. അപ്പോൾ മഹാലക്ഷ്മിക്ക് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടി, അപ്പോൾ വിഷു ഐശ്വര്യത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും ഒക്കെ ഉത്സവമാണല്ലേ, സമൃദ്ധിയുടെ ഉത്സവമാണ്. അപ്പോൾ സമൃദ്ധിയുടെ ദേവത ആരാണ്? മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്ക് ഇരിക്കുന്നതിന് വേണ്ടി അമ്മ പലതരം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അരി, കുങ്കുമച്ചെപ്പ്, ഇതെല്ലാം ഒരുക്കി അമ്മ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവിടേക്ക് മഹാലക്ഷ്മിക്ക് വന്ന് ഇരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ മഹാലക്ഷ്മിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല വശമാണ്, നല്ല കഴിവാണ് എന്ന് അർത്ഥം. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ. അപ്പോൾ കണി കണ്ടു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? കൈനീട്ടം മേടിക്കുക എന്നുള്ളതാണല്ലേ. കൈനീട്ടം മേടിച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കവിക്ക് അനുജത്തിമാരുണ്ട്. അനുജത്തിമാരൊക്കെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ കുട്ടി പൂത്തിരി കത്തിച്ച് കാണിച്ചു. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അപ്പോൾ അടുത്തടുത്ത വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പടക്കം പൊട്ടിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷം കൊണ്ട് നാട് ഉണരുകയാണ്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണെൻ കരളം നേരത്തും. അപ്പോൾ എന്താണ്? കണി കാണുന്നതിന് മുൻപ് ഞാൻ അറിയാതെ കണ്ണു തുറന്നു പോയല്ലോ. കുട്ടി അറിയാതെ കൺതുറന്നു പോയി. അപ്പോൾ കണ്ട കാഴ്ച നിമിത്തം അവൻ്റെ ഹൃദയം ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എന്തു കാഴ്ചയാണ് അവൻ കണ്ടത്? തൻ്റെ വീട്ടിലും അതുപോലെ സമ്പന്നമായ വീടുകളിലും വിഷുവിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു. എന്നാൽ ഗ്രാമത്തിലെ സാധാരണമായ കുടിലുകളിലെങ്ങും വിഷുവിൻ്റേതായിട്ടുള്ള ഒരു ആഘോഷവും നടക്കുന്നില്ല. അവിടെയെങ്ങും വെളിച്ചം പോലും ഇല്ല. ആ കാഴ്ച അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അന്നേരം ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഇരുട്ടായിരുന്നില്ലേ? എൻ്റെ കൂട്ടുകാരുടെ ഒന്നും വീടുകളിൽ, എൻ്റെ പാവപ്പെട്ട കൂട്ടുകാരുടെ ഒന്നും വീടുകളിൽ എന്ത് തെളിഞ്ഞിട്ടില്ല? വെളിച്ചം തെളിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയല്ലേ എന്നോർത്ത് അദ്ദേഹത്തിന് വിഷമം തോന്നുന്നു. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും.
ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തുവെച്ച ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. അപ്പോൾ ഐശ്വര്യത്തിന്റെ ദേവതയെ എവിടെയാണ് എഴുന്നള്ളിച്ചിരുത്തിയിരിക്കുന്നത്? ഈ തറവാട്ടിൽ, ഈ കണി വെച്ചിരിക്കുന്ന ഉരുളിയുടെ ഇത്തിരി വട്ടത്തിൽ, പിന്നെ ഞങ്ങളുടെ മനസ്സിൽ കണി വെച്ചിരിക്കുന്ന ക്ലാവ് പിടിച്ച ഈ വാൽക്കണ്ണാടിയിൽ. ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ലോഹപാത്രങ്ങളുടെയൊക്കെ, ലോഹം എന്ന് പറയുന്നത് ചെമ്പ്, ഓട്ട് തുടങ്ങിയ ഉരുളികളുടെയൊക്കെ വശങ്ങളിൽ ഒരു പച്ച നിറത്തിലുള്ള കറ പോലെ ഒരു വസ്തു കാണാം. അതിനെയാണ് ക്ലാവ് എന്ന് പറയുക. അങ്ങനെ ക്ലാവ് പിടിച്ചിട്ടുള്ള ഈ ഓട്ടുരുളിയിലും ഈ വാൽക്കണ്ണാടിയിലും മാത്രമായി വിളിച്ച് ഇരുത്തേണ്ടുന്ന ഒരു ദേവതയാണോ മഹാലക്ഷ്മി? അങ്ങനെ വിളിച്ചിരുത്തിയാൽ അത് നിന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? നിന്നെ തരം താഴ്ത്തുകയല്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. നിന്നെ തരം താഴ്ത്തുകയല്ലീ, അല്ലി എന്ന് വെച്ചാൽ ചെയ്യുകയല്ലേ, തരം താഴ്ത്തുകയല്ലേ എന്ന് അർത്ഥം. നീ ഉദാരതയുടെ പര്യായം, വിയർപ്പുനീരാഴിയിൽ പിറന്നിർദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ. എന്താണ്? നീ ഉദാരതയുടെ പര്യായമാണ്. നീ എല്ലാവരെയും ഒരുപോലെ കടാക്ഷിക്കുന്നവളാണ് ലക്ഷ്മി ദേവി എന്ന് കുട്ടി പറയുകയാണ്. വിയർപ്പുനീരാഴിയിൽ പിറന്നിർദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ. എവിടെയാണ്? അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഋദ്ധി എന്ന് പറഞ്ഞാൽ പിറന്ന് ഋദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമൃദ്ധി എന്നൊക്കെയാണ് അർത്ഥം. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് നീ ഐശ്വര്യം വർഷിക്കുന്ന ഉദാരമതിയായ ദേവതയാണല്ലോ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവളായ നിന്നെ ഇപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനിടയിൽ അവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നിന്നെ പോലെ ഉദാരമതിയായ ഒരു ദേവതയെ ഈ ഉരുളിയുടെ വട്ടത്തിലും ക്ലാവ് പിടിച്ച ഈ വാൽക്കണ്ണാടിയിലേക്കും മാത്രമായി നമ്മൾ വിളിച്ചിരുത്തുന്നത് തെറ്റല്ലേ? നിന്നെ അപമാനിക്കുകയല്ലേ എന്ന് കവി ചോദിച്ചു പോവുകയാണ്. നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീ എരിവേലിൽ. എവിടെയൊക്കെയാണ് നീ ഉള്ളത്? നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു. നീ കരിമണ്ണിലുണ്ട്, പിന്നെ കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീ എരിവേലിൽ കായ്കനി തൂങ്ങും കൊമ്പിലൂയലാടിയും. എവിടെയൊക്കെയാണ്? കണിക്കൊന്നയുടെ കൊമ്പിൽ, തീയെരിയുന്ന വേലിൽ, കായ്കനികളിൽ, പിന്നെ പുന്നെല്ലിന്റെ പായ്കളിൽ എല്ലാം നീ എന്തു ചെയ്യുന്നു? കുടികൊള്ളുന്നുണ്ട്. പുകഴും പുരാപുണ്യം, ഇപ്പറഞ്ഞ ഇടങ്ങളിലെല്ലാം നീ വസിക്കുന്നവളാണ്. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിടും. ഈ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയുടെ മാത്രം ഇത്തിരി വട്ടത്തിലേക്ക് നീ എങ്ങനെയാണ് ഒതുങ്ങിപ്പോവുക? നിന്നെ കാണാൻ വേണ്ടി കണ്ണു തുറക്കുന്ന കണ്ണുകളിലേക്ക് നീ എങ്ങനെയാണ് വെളിച്ചം പകരുക? എങ്ങനെയാണ് നീ അവർക്കരികിലേക്ക് വരിക? ചിരിക്കും മൂഢസ്വപ്നത്തിന്റെ പൂത്തിരിയിങ്കൽ. ഇപ്പോ ധനികരുടെ വീട്ടിൽ മാത്രം തെളിയുന്ന ഈ വെളിച്ചത്തിലേക്ക്, ഈ ആഘോഷങ്ങളിലേക്ക് മാത്രമായി നിനക്ക് എങ്ങനെ വരാൻ സാധിക്കും? ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ, പാവപ്പെട്ടവരായ ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്ന പിച്ചക്കാശിൽ എങ്ങനെയാണ് നീ വരിക? എന്മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലെ പാഴിരുൾ പരപ്പിങ്കൽ. ചെളിയിൽ വിരിയുന്ന താമര പോലെ പാഴിരുൾ പരപ്പിങ്കൽ. വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. ഒരു നിസാരമായ ചെളിക്കുണ്ടിൽ നിന്ന് അതിമനോഹരമായ താമര വിടർന്നു നിൽക്കുന്നത് പോലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിലെല്ലാം നീ കണിയായി വിളയാടിടുമോ? നീ അവർക്കെല്ലാം ഐശ്വര്യം നൽകുമോ? അന്നപൂർണയായ ദേവി, അന്നപൂർണ ലക്ഷ്മി ദേവി എന്ന് അർത്ഥം. കണി കാൺമതിൻ മുമ്പേ കൺതുറന്നിട്ടാവാം ഞാൻ ഇനിയാ പുലർകാലം വരെയും അസംതൃപ്തൻ. കണി കാൺമതിന് മുൻപ് തുറന്ന് ഞാൻ ഇരുട്ട് കണ്ടവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വിഷു ആഘോഷിക്കാൻ കഴിയുന്ന സമൃദ്ധമായ ഒരു കാലം വന്നെത്തിച്ചേരും വരെയും ഞാൻ അസംതൃപ്തനായിരിക്കും എന്ന് കവി പറയുന്നു. നമുക്ക് ഈ കവിത കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക. വിഷുക്കാലത്ത് അദ്ദേഹം കണ്ണു തുറക്കാതെ കണി കാണാൻ കാത്തുകിടക്കുന്നു. പക്ഷേ അബദ്ധത്തിൽ കണ്ണു തുറക്കുന്നു. തുറന്നപ്പോൾ കണ്ട കാഴ്ച കുറ്റാക്കുറ്റിരുട്ടാണ്. എന്തുകൊണ്ടായി ഇരുട്ട് വന്നു? അദ്ദേഹത്തെ പോലെ ധനികരുടെ വീടുകളിൽ മാത്രമേ വിഷു ആഘോഷം നടക്കുന്നുള്ളൂ. പാവങ്ങളുടെ വീടുകളെല്ലാം അപ്പോഴും ഇരുട്ടിൽ തന്നെയായിരുന്നു. അത് കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്.
താനും തൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാരും സമ്പന്നരായ തറവാടുകളിലെ അംഗങ്ങൾ മാത്രം വിഷു ആഘോഷിക്കുമ്പോൾ പാവപ്പെട്ടവരായ ഒരു വിഭാഗം ജനങ്ങൾ ഒരു ആഘോഷവുമില്ലാതെ, ഒരു വെളിച്ചവുമില്ലാതെ അവർ ജീവിക്കുകയാണ്. തൻ്റെ ഉറ്റ കൂട്ടുകാർ പോലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കഴിയുകയാണ് എന്ന തിരിച്ചറിവ് കവിയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ലക്ഷ്മി ദേവിയെ സമ്പന്നരായ വീട്ടുകാർ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയുടെ ഇത്തിരി വട്ടത്തിലേക്ക് മാത്രമായി വിളിച്ചിരുത്തുകയാണ്. അത് തെറ്റല്ലേ? അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും എല്ലാം ദേവതയായിട്ടുള്ള അന്നപൂർണേശ്വരിയാണ് ലക്ഷ്മി ദേവി. അങ്ങനെയുള്ള ദേവിയെ ഇത്തിരി വട്ടത്തിലേക്ക് മാത്രമായി വിളിച്ചിരുത്തുക, അല്ലെങ്കിൽ കണിയൊരുക്കിയിരിക്കുന്ന ഈ ഓട്ടുരുളിയിലേക്കും വാൽക്കണ്ണാടിയിലേക്കും മാത്രമായി വിളിച്ചിരുത്തുക എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തു വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? താഴ്ന്നവരെന്നും ഉയർന്നവരെന്നുമുള്ള വ്യത്യാസമില്ലാതെ ലക്ഷ്മി ദേവി എല്ലാവരെയും കടാക്ഷിക്കുകയും എല്ലാവരുടെയും വീടുകളിൽ ഒന്നുപോലെ കണിയൊരുക്കി വിഷു ആഘോഷിക്കാനുള്ള അവസരമുണ്ടാവുകയും വേണം എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഈ കവിതയിലൂടെ. എല്ലാ മനുഷ്യരും, സമൂഹത്തിൻ്റെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആഘോഷങ്ങളും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും വന്നു നിറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ തനിക്കിനി സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് കവി നിർത്തുകയാണ്. കവിയായ വൈലോപ്പിള്ളി തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെ മനുഷ്യരെ തുല്യരായും തൻ്റെ സഹോദരങ്ങളായും അവരുടെ ജീവിതത്തെ മഹത്വമാർന്നതായുമാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെയുള്ള സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട്, സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സമൃദ്ധിയിൽ ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള സാമ്പത്തികമായി താഴ്ന്ന വിഭാഗത്തിലുള്ളവരും ജാതീയമായി അകന്നു നിൽക്കുന്നവരുമായ വിഭാഗം ഒരു ആഘോഷത്തിലും പങ്കെടുക്കാതിരിക്കെ തനിക്കു മാത്രമായി ഒരു സന്തോഷവും ഉണ്ടാവുകയില്ല എന്ന പക്ഷക്കാരനാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കവിതയാണ് വിഷുക്കണി. നമുക്കിനി ഈ അധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇതേ തുടർന്ന് പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകൾ നൽകിയിരിക്കുന്നു. അവ ശ്രദ്ധയോടെ എഴുതിയെടുക്കാനും കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.